പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കിടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയ സംഭവത്തിൽ നിയമ നടപടിക്കൊരുങ്ങി കാട്ടാക്കട സ്വദേശി സുമയ്യ. നഷ്ടപരിഹാരവും സർക്കാർ ജോലിയും ആവശ്യപ്പെട്ട് ജില്ലാ കോടതിയിൽ ഇന്ന് കേസ് ഫയൽ ചെയ്യും. ആശുപത്രിയിലെ ഡോക്ടർ രാജീവ് കുമാർ, ആശുപത്രി അധികൃതർ, സർക്കാർ, ആരോഗ്യ വകുപ്പ് എന്നിവരെ പ്രതി ചേർക്കണമെന്നാണ് സുമയ്യയുടെ ആവശ്യം. 2023 മാർച്ച് 15-നാണ് ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കിടെ സുമയ്യയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയത്. വയർ പുറത്തെടുക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടിരുന്നു. എന്നാൽ ശരീരത്തിൽ വയർ ഇരിക്കുന്നത് കൊണ്ട് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്നാണ് ഡോക്ടർമാർ അഭിപ്രായപ്പെടുന്നത്. എന്നാൽ ആശങ്കയുണ്ടെന്നാണ് പരാതിക്കാരി പറയുന്നത്. അതേസമയം സംഭവത്തിൽ വീഴ്ചയുണ്ടെന്ന് ആരോഗ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞിട്ടും നഷ്ടപരിഹാരത്തെക്കുറിച്ചൊന്നും പറഞ്ഞില്ലെന്നും സുമയ്യ ആരോപിച്ചിട്ടുണ്ട്. കാട്ടാക്കട സ്വദേശി സുമയ്യയാണ് ഇപ്പോൾ പരാതിയുമായി മുന്നോട്ട് വരുന്നത്. എന്തായാലും തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കിടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയ സംഭവത്തിലാണ് നിയമ നടപടിക്കായി ഇപ്പോൾ സുമയ്യ മുന്നോട്ട് വരുന്നത്. വലിയൊരു ചർച്ചയായ ഒരു വിഷയം തന്നെയായിരുന്നു. ശസ്ത്രക്രിയക്കിടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയ ഒരു സംഭവം തന്നെ ഒരു ചികിത്സാ പിഴവായി തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്ത ഒരു സംഭവമായിരുന്നു സുമയ്യയുടെ ഒരു കേസ്. നഷ്ടപരിഹാരവും സർക്കാർ ജോലിയും ഒക്കെ ആവശ്യപ്പെട്ടാണ് സുമയ്യ രംഗത്ത് വരുന്നത്. ജില്ലാ കോടതിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് കേസ് ഫയൽ ചെയ്യുന്നത്. ആശുപത്രിയിലെ ഡോക്ടർ രാജീവ് കുമാറിനും ആശുപത്രി അധികൃതർക്കും സർക്കാരിനും ആരോഗ്യ വകുപ്പിന് വരെ പ്രതി ചേർത്താണ് നിയമ നടപടിക്ക് സുമയ്യ ഒരുങ്ങുന്നത്. എന്തായാലും 2023 മാർച്ച് 15-നാണ് ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കിടെ സുമയ്യയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയത്. വയർ പുറത്തെടുക്കാൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും ആ ഒരു ശ്രമങ്ങളെല്ലാം പരാജയപ്പെടുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ശരീരത്തിൽ വയർ ഇരിക്കുന്നതുകൊണ്ട് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല എന്നൊക്കെയാണ് ഡോക്ടർമാർ അഭിപ്രായപ്പെടുന്നതെങ്കിലും ഗൈഡ് വയർ നെഞ്ചിലിരിക്കുന്നിടത്തോളം വലിയൊരു ആശങ്കയാണ് സുമയ്യയെ സംബന്ധിച്ച് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിൽ വീഴ്ചയുണ്ടെന്ന് ആരോഗ്യമന്ത്രി നിയമസഭയിൽ പറയുകയുണ്ടായിരുന്നു. പക്ഷേ നഷ്ടപരിഹാരത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല എന്നാണ് സുമയ്യ ആരോപിക്കുന്നത്. എന്തായാലും ഗൈഡ് വയർ കുടുങ്ങിയ സംഭവത്തിൽ സുമയ്യ ഇപ്പോൾ നിയമ നടപടിക്കൊരുങ്ങുകയാണ്. ആശുപത്രി അധികൃതർക്കും ഡോക്ടറിനും ആരോഗ്യ വകുപ്പിനും സർക്കാരിനുമെതിരെയാണ് നിയമ നടപടിക്ക് ഒരുങ്ങുന്നത്. എന്തായാലും ഇവരെയൊക്കെ പ്രതി ചേർക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇന്നാണ് സുമയ്യ കേസ് ഫയൽ ചെയ്യുന്നത്.